guys, welcome back to my YouTube channel. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് കേളിംഗ് റോഡ് വെച്ചിട്ട് ഹെയർ കേൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് അഗാരോ ബ്രാൻഡിൻ്റെ 25mm തിക്നെസ് ഉള്ള ഈ റോഡ്, ഈ ഒരു കേളിംഗ് ആയണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് കേളിംഗ് റോഡ്. ഇത് ആമസോണിൽ എനിക്ക് എത്രയാണ് 899 അകത്താണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇത് ക്ലാമ്പ് വരുന്ന കേളിംഗ് റോഡാണ്. അപ്പോൾ നല്ല ഹീറ്റായി ആക്ച്വലി. നമുക്കൊരു ഇച്ചിരി നേരം ഓഫാക്കി വെക്കാൻ, ഇച്ചിരി നേരം ഓണാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതാണത്. ആൻഡ് കേളിംഗ്, ഈ ക്ലാമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കേള് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം കേള് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹെയർ വാഷ് ചെയ്തു, പിന്നെ സിറം അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പുറത്തോട്ട് പോവുക, അപ്പോൾ പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം ഇന്നത്തെ ഈ വീക്കിൽ നമ്മുടെ കണ്ടന്റും ആവുമല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് ദാറ്റ്. ഇപ്പോൾ വേറൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലേ, അത് ഞാൻ പേസി ഓൺ ആക്കിയതാണ്, ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്യാം. ബോട്ടം പോർഷൻ മാറ്റി വെച്ചു, ക്ലിപ്പ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ബോട്ടം പോർഷന് ഞാൻ എൻ്റെ ഭയങ്കര ഫൈൻ ഹെയർ ആയതുകൊണ്ട് എനിക്കിത് 2 പോർഷൻ ആക്കിയാൽ മതി. നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പോർഷന് ഞാൻ ഈ ക്ലാമ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പം ഫേസിൻ്റെ എവേ ഫ്രം ദ ഫേസ് ആണ്, ഔട്ട്വേർഡ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ ബാരൽ ക്ലാമ്പ് ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഔട്ട്വേർഡ് ഇത് ചെയ്യുക, ഓപ്പൺ ആക്കുക, ക്ലാമ്പ് താഴേക്ക് ഡ്രാഗ് ചെയ്യുക, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. എൻഡ് വരെ, ഈ എൻഡ് ഭാഗം നേരെ നിൽക്കേണ്ട, കേളായിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വരെ ഓപ്പൺ ചെയ്താക്കിയിട്ട് ഒന്ന് ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ഈ ബാരലിൽ പിടിച്ച് തന്നെ ഡ്രോപ്പ് ആക്കുക. ഓക്കെ, ആണ് നമ്മുടെ ഫസ്റ്റ് കേൾ. എനിക്ക് ഇച്ചിരി ലൂസായിട്ട് കേൾ കിടക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്ന് പുള്ള് ചെയ്യാണ് താഴോട്ട്. ഓക്കെ, ഇച്ചിരി നേരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫുൾ ചെയ്ത് തീരുന്ന വരെ നിങ്ങൾ ഇത് കോംബ് ചെയ്യണ്ട കേട്ടോ, അങ്ങനെ വിട്ടേക്കുക. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ഈ ബാഗ് നമ്മൾ സെയിം കാര്യം തന്നെ. നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ബാരലിനകത്ത് ക്ലാമ്പിനകത്ത് വെച്ചിട്ട് ഈ കേളറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസ് ചെയ്താലേ നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റുള്ളൂ. റൊട്ടേറ്റ് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, എൻഡ് വരെ എത്തി. മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ കേളറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അധികം ഹീറ്റ് ആവില്ല. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ഭയങ്കരമായിട്ട് റോഡ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുമായിരുന്നു. അപ്പം ഹെയർ ഭയങ്കര ഡ്രൈ ഒക്കെ ആവുമായിരുന്നു. ഇത് സ്റ്റിൽ ഷൈനൊക്കെ അങ്ങനെ ഇരിക്കും. സോ ദിസ് ഈസ് എ നൈസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ബാരലാണെങ്കിലും നല്ല റോസ് ഗോൾഡ്, നല്ല ഷൈനി സാധനം. ആൻഡ് ഇതിപ്പോൾ ഞാൻ ഒരു 1 year ആയി. പിന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ടീഷൻ എടുക്കാം. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന സെക്ഷൻ വിൽ ബി ദ സൈഡ് സെക്ഷൻ. ഓക്കെ, ബാക്കി നമുക്ക് തിരിച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് സെക്ഷനാണ്
കേൾ ചെയ്യേണ്ടത്. അതിനെ നമ്മളിപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വുഡൻ കോമ്പാണ് കേട്ടോ. ഇതിനെ നമുക്ക് 2 പാർട്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ള കേൾ എനിക്ക് വേണ്ട. സോ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. സെയിം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ക്ലാമ്പിനകത്ത് വെക്കുക, ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, വീണ്ടും ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വിട്ടപ്പം ബ്യൂട്ടിഫുള്ളായ ഈ കളർ ഫോമായി. അപ്പോൾ അത് നമുക്ക് പതുക്കെ ബാക്കിലേക്ക് ഇടാം. ഈ സൈഡിൽ ലാസ്റ്റ് സെക്ഷൻ എടുക്കാം. സെയിം തിങ് ഫോളോ ചെയ്യുക. ഒരു മിഡ് പോർഷനിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ക്ലാമ്പ് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രാഗ് ചെയ്യുക, എൻഡ് വരെ അങ്ങനെ ചെയ്യുക. എൻഡ് എത്തുമ്പോൾ ഡ്രോപ്പ് ചെയ്യുക. ഇച്ചിരി ഒന്ന് ഞാൻ പുള്ള് ചെയ്യുക. ഭയങ്കര തിക്കായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ സ്ക്രഞ്ച് ചെയ്താൽ മതി അതിന്. ഓക്കെ, അപ്പോൾ അത് ഡൺ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ സൈഡ് സെക്ഷൻ. ഒന്ന് കോംബ് ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ സൈഡും ഞാൻ 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ, ലെറ്റ് ദിസ് ബി ദ ബാക്ക് പോർഷൻ. സെയിം ടെക്നിക്, ഉള്ളിൽ വെക്കുക, ക്ലാമ്പ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ്, ഡ്രാഗ്, റൊട്ടേറ്റ്, ഡ്രാഗ്, റൊട്ടേറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്ന് പുള്ള് ചെയ്യാം. ബാക്കിലേക്ക് ഇട്ട് നമ്മുടെ ബാങ്ക്സ് സത്യം പറഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ചെയ്യാൻ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ്, ഡ്രാഗ്, റൊട്ടേറ്റ്, ഡ്രാഗ്. ഒരുപാട് നേരം വെച്ചേക്കണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. പിന്നെ ഓരോ ഹെയറിൻ്റെ ഇത് അനുസരിച്ചിരിക്കും, ഡെൻസിറ്റി അനുസരിച്ച്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇത് ഫൈൻ ഹെയർ ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് പോലും എനിക്ക് ഹോൾഡ് ചെയ്യണ്ട. അപ്പോഴത്തേക്കും നന്നായിട്ട് ഫോം ആവും. ഇനിയും ബാക്കിലത്തെ പോർഷൻ, ബാക്കി ഒന്നും ലെഫ്റ്റ് ഔട്ട് ആയിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് ആർ ലാസ്റ്റ് സെക്ഷൻ. നമുക്കൊന്ന് ആദ്യം കോംബ് ചെയ്യാം. ഇനി അതിനെ ഞാൻ 2 പാർട്സ് ആക്കുന്നുണ്ട്. 2 പാർട്സ് ആക്കി ഇതൊന്ന് സെമി സൈഡിലുള്ളത് നമ്മൾ ഇത്ര നേരം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വെച്ചു, ഡ്രാഗ് ചെയ്തു, റൊട്ടേറ്റ്, ക്ലാമ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ drag, rotate, drag, rotate, drag. ഈ എൻഡിൽ നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. അത് എൻഡ് ഭാഗം ചൂടാവില്ല. ഒന്ന് പുള്ള് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടോ. ഈ എൻഡ് ഭാഗത്ത് നമുക്ക് പിടിച്ച് ചെയ്യാം.
പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 2-3 ടെക്നിക്ക് ഉണ്ട് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൈസൻ്റെ ബ്ലോ ഔട്ട് ആകുമ്പോഴത്തേക്ക് ആ ലുക്ക് വരുന്ന കേൾസ് ഇല്ലേ, ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അല്ല നമുക്ക് വേറെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഇത് റോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. പിന്നെ ഈ കേളിൻ്റെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ എൻഡ് പോർഷൻ ദിസ് റൊട്ടേറ്റ്സ്, കോയിൽ റൊട്ടേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നവും ഇല്ല. പൊതുവേ ഉള്ള ഇഷ്യൂ ആണ് അത്. നമ്മൾ കേൾ ചെയ്യുമ്പോഴത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ബാരലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇതിന് ഇങ്ങനൊരു ഇതുണ്ട്, സ്റ്റാൻഡ്, യു ക്യാൻ ജസ്റ്റ് പ്ലേസ് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടേൺ ഓഫ് ചെയ്യാണ്. It's done. ഒന്നും ലെഫ്റ്റ് ഔട്ട് ആയിട്ട് കിടക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. So this is how okay. ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി എനിക്കിതൊന്ന് ബ്രഷ് ഔട്ട് ചെയ്യാൻ, I like to brush it out. റൈറ്റ്, നമുക്ക് ബ്രഷ് ഔട്ട് ചെയ്യാം. ഫിംഗർ വെച്ച് ചെയ്ത് കോമ്പ് കൊണ്ട് പതുക്കെ ഒന്ന് കോമ്പ് ചെയ്യാം. ചെറുതായിട്ട് ലൂസായിരിക്കുന്ന പോലെ. നമുക്ക് ഫൈനലായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു നെസസറി. നിങ്ങൾക്ക് കൂടുതൽ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ ഷൈൻ ഇച്ചിരി അധികം വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ദിസ്. ഇത് ശരിക്കും ഭയങ്കര നല്ലൊരു കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. Done guys. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? Do you guys like this look? അപ്പം ഞാൻ എൻ്റെ കേളർ കൊണ്ട് എങ്ങനെയാണ് എൻ്റെ ഹെയർ ഞാൻ കേൾ ചെയ്യുന്നതെന്ന് കാണിച്ചു. I give the back view. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ആസ് യൂഷ്വൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ദിസ് ഇസ് മീ ഐഷു, സൈനിങ് ഓഫ് ഫ്രം ഐഷൂട്ടീസ് വേൾഡ്. ബൈ.